ഒരൊറ്റ മസാല മിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്പിലുള്ള 3 സ്നാക്സ് ഉണ്ടാക്കിയെടുത്താലോ. ഇതാണ് നമ്മുടെ മസാല മിക്സ്. ഫസ്റ്റത്തെ കപ്പ് ഷവർമ, രണ്ടാമത്തെ മോമോസ്, മൂന്നാമത്തെ നമ്മുടെ സ്വന്തം ഇറച്ചിപ്പത്തി. ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ സവാള. ഒരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ 4 വെജിറ്റബിൾസും കൂടി നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അത്യാവശ്യം വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ പീസ് ഫ്രൈ ചെയ്തതാണ്. പിന്നെ കുറച്ച് മൈദപ്പൊടി ഇതുപോലെ കുഴച്ചെടുത്തിട്ട് നല്ല രീതിയിൽ കൗണ്ടർ ടോപ്പിൽ ഒന്ന് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി തേച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഏതെങ്കിലും അടപ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്റ്റീലിന്റെ ഗ്ലാസിന്റെ അടിയിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു കപ്പ് കേക്കിന്റെ ഷേപ്പ് കിട്ടിയില്ലേ. എന്നിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് പൊരിച്ചെടുക്കുക. അപ്പുറം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കപ്പ് റെഡിയായി. പിന്നെ മയോണൈസ് ഉണ്ടാക്കാം. മയോണൈസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കപ്പിലേക്ക് ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കപ്പ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഒരു സമയത്ത്, അതായത് നമ്മുടെ കൊറോണയുടെ സമയത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇത്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോമോസും അതുപോലെ തന്നെ ഇറച്ചിപ്പത്തിരിയാണ്. ഇതേ സെയിം പ്രോസസ്സിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ഓരോ റൗണ്ട് ഷേപ്പുകൾ കുഞ്ഞുതായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് ഇറച്ചിപ്പത്തിരിക്കാണെങ്കിൽ ഇതേ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അത് ഇറച്ചിപ്പത്തിരിയുടെ റെഡി ആയിട്ടുണ്ട്. ഈ മോമോസിനാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓർഗാനായിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊക്കെ ആഡ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരു കിഴി പോലെ ഞൊറിഞ്ഞെടുത്തിട്ട് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയൊരു ഷേപ്പിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി മോമോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ആക്കി വെക്കല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു റമദാനിൽ ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നല്ല കിടിലൻ ടേസ്റ്റുള്ള 3 ഡിഫറെൻറ്റ് സ്നാക്സുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പിള്ളേരെ പറ്റിക്കാനുള്ള ഒരു കിടിലൻ ഐഡിയ കൂടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് സേവ് ആക്കി വെച്ചോ. അപ്പോൾ ഓക്കെ, ബൈ.